ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ലേവ്യ പുസ്തകം 17, 18 അധ്യായങ്ങളിലേക്ക് അതിലെ ചെറിയ ചിന്തകളിലേക്ക് നമ്മൾ പോകാം. ഇവിടെ ലേവ്യ പുസ്തകം മുഴുവനായിട്ട് എടുക്കുമ്പോഴും പ്രധാനമായിട്ട് യാഗങ്ങളെക്കുറിച്ചുള്ള പുസ്തകം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. യാഗങ്ങൾ, സാക്രിഫൈസസ്, ഓഫറിങ്സ്, അതെങ്ങനെയൊക്കെ അർപ്പിക്കണം, എന്താണ് എന്നുള്ളതാണ്. പിന്നെ ജീവിതത്തിലെ ചില ക്രമീകരണങ്ങൾ, മൊറാലിറ്റി, നടപ്പ് എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെയാണ് ഈ ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അധികമായിട്ടും ഈ യാഗങ്ങളുടെ പ്രമാണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. യാഗാർപ്പണം എങ്ങനെയായിരിക്കണം. ഇവിടെ 17-ാമത്തെ അധ്യായത്തിലും ഇവിടെ ദേവാലയത്തിൽ പാളയത്തിന് പുറത്ത് വെച്ചോ ആരെങ്കിലും യാഗം കഴിക്കുന്നെങ്കിൽ, അപ്പോൾ യാഗം, ഇപ്പോൾ നോഹയൊക്കെ യാഗം കഴിക്കുന്നത്, പെട്ടകത്തിൽ നിന്ന് ഇറങ്ങിയോണ്ട് യാഗം കഴിക്കുന്നുണ്ട്. പഴയ നിയമത്തിലുടനീളം നമുക്ക് യാഗം കാണാൻ പറ്റും. എന്നാൽ ഇന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആ യാഗങ്ങളുടെ പൂർത്തീകരണം ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടു. അതുകൊണ്ട് ഒരു യാഗവും ശേഷിച്ചിട്ടില്ല എന്ന് പറയുന്നത്. പഴയ നിയമ പ്രമാണത്തിൽ എവിടെയെങ്കിലും യാഗം അർപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെവിടെയെങ്കിലും കഴിച്ചാൽ അതിൻ്റെ രക്തം ഈ സമാഗമന കൂടാരത്തിൽ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ അത് അക്സെപ്റ്റബിൾ ആകത്തുള്ളൂ. അല്ലെങ്കിൽ അത് രക്തബാധകമായിട്ടുണ്ട്. ഒരു സാക്രിഫൈസ്, ഒരു യാഗം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ രക്തം സമാഗമന കൂടാരത്തിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അത് അംഗീകരിക്കപ്പെടുകയുള്ളൂ ദൈവസന്നിധിയിൽ. അല്ലെങ്കിൽ അത് അവഗണിക്കപ്പെടും. അത് മാത്രമല്ല അത് രക്തബാധകമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ദേവാലയത്തിൽ ഇതിന് ഒരു സ്പിരിച്വൽ മീനിങ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നത് ഈ സമാഗമന കൂടാരം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധി യാഗങ്ങളിൽ അത് ക്രൂശിൽ ഇതിലാണ്. നമ്മളെല്ലാത്തിലും ഈ ക്രോസ് ഇത് ചെയ്യുന്നുണ്ടല്ലോ, എല്ലാത്തിലും എന്ത് ചെയ്യണം, കുരിശ് വരയ്ക്കുന്നതിൻ്റെ അർത്ഥം എന്നാണ്. ക്രൂശിൽ കൂടെയാണ് എല്ലാം എന്നുള്ളത് അത് നമ്മൾ ചിന്തിക്കുക. അത് വെറും ഒരു അനുഷ്ഠാനമായിട്ടല്ല, അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് അത് ചെയ്യുമ്പോൾ അത് അനുഭവമായിട്ട് മാറുക. പൗലോസ് പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ എനിക്കിടവരരുത്. അപ്പോൾ ക്രൂശിലാണ് നമുക്കെല്ലാം ദൈവം സൗജന്യമായി നേടിത്തന്ന രക്ഷ എല്ലാം, നമ്മളെ വീണ്ടെടുത്തത്, നമുക്ക് മറുവിലയായി തീർന്നത് എല്ലാം, നമുക്ക് വേണ്ടി പ്രായശ്ചിത്ത യാഗമായി തീർന്ന എല്ലാം ക്രൂശിൽ കൂടെയാണ്. അപ്പോൾ ക്രൂശിനെ ഓർക്കുന്നത്, ആ ക്രൂശിൻ്റെ ചുവട്ടിൽ കൊണ്ടുവരാത്തതൊന്നും, വിത്തൗട്ട് ക്രോസ് ക്രിസ്ത്യാനിറ്റി ഈസ് നത്തിങ്. കുരിശില്ലാതെ എന്തില്ല, ക്രിസ്തീയ ജീവിതത്തിൽ കുരിശാണ് ശ്രേഷ്ഠം. അങ്ങനെ ഒരു കുരിശില്ലാതെ, അത് പത്രോസ് പറയുന്നുണ്ട്, യേശു ക്രൂശിക്കപ്പെടാൻ പോകുമ്പോൾ കർത്താവേ നിനക്ക് അങ്ങനെ ഭവിക്കരുതെന്ന് പറയുന്നു. പിന്നെ സാത്താനെ എന്നെ വിട്ടുപോകും, നീ എൻ്റെ പിന്നിൽ പോകും, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതല്ല ചിന്തിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുരിശ് വേണ്ട എന്നുള്ളതാണ്. പക്ഷേ ജനം, സാമാന്യ മനുഷ്യർ പറയുന്നു, പക്ഷേ ക്രൂശ് കൂടാതെ നമുക്ക് രക്ഷയില്ല. ഇപ്പം എല്ലാം ക്രൂശിൽ കൂടിയാണെന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. എന്തു വന്നാലും ആ ക്രൂശിന് മുമ്പിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ അന്തരംഗത്തിൽ ആ ചിന്ത, ആ ഒരു ധ്യാനാത്മകമായൊരു അനുഭവം യേശുവിൻ്റെ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് ആ ക്രൂശിൻ്റെ സന്നിധിയിലേക്ക് നമ്മളതിനെ അർപ്പണം ചെയ്യുന്നു. അത് മഹത്തരമാണ്. അപ്പോൾ അത് അക്സെപ്റ്റബിളാണ്. നമ്മൾ പറയുന്നുണ്ട്, ഈ ഇസ്രായേൽ ജനത്തിന് ഒരു ദിവസം പാപപരിഹാര ദിനമായിട്ട് അറ്റോൺമെൻറ്റ് ഡേ എന്ന് പറയും. പാപപരിഹാര ദിനമാണ്. അത് 16-ാം അധ്യായത്തിൽ അവസാനം വരുമ്പോൾ പറയുകയാണ്, നിങ്ങളുടെ സകല പാപങ്ങളും നീക്കി നിങ്ങൾ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് വിശുദ്ധ സ്വസ്ഥയുടെ ശബത്തായിരിക്കണം. അവിടെ പ്രായശ്ചിത്തമായിട്ട് എല്ലാ പാവങ്ങളും ദൈവം ശുദ്ധീകരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ക്രൂശിൻ്റെ സന്നിധി കൊണ്ട്. ഇനി സെക്കൻഡ് പാർട്ട് 17-ാമത്തെ അധ്യായം 8 മുതലുള്ള വാക്യങ്ങളോടൊപ്പാണ് പറയുന്നുണ്ട്. അവിടെ പറയുന്നത്, ഈ യാഗാർപ്പണം ചെയ്യുമ്പോൾ രക്തം ഭക്ഷിക്കരുത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതായത് യാഗം ചെയ്ത ഏതെങ്കിലും മൃഗത്തിന് ഭക്ഷിക്കുമ്പോൾ രക്തം ഭക്ഷിക്കരുത്, രക്തം നിലത്തൊഴിച്ച് കളയണം. കാരണം ഇവിടെ പറയുന്നത്, വൈദ്യശാസ്ത്രം പിന്നീട് കണ്ടെത്തിയ വലിയൊരു ഇതാണ്. അതവിടെ നേരത്തെ ബൈബിളിൽ പറഞ്ഞിരിക്കുകയാണ് 11-ാമത്തെ വാക്യത്തിൽ, മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് മാംസം നമ്മൾ നറ്റുപോയാലും, ഇപ്പോൾ കൈകാൽ മുറിക്കുന്നവരുണ്ട്, കാൽ മുറിച്ച് കളയുന്നവരുണ്ട്, അങ്ങനത്തെയൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ എന്നാലും ജീവിച്ചിരിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ രക്തം മാറുന്നു പോയാലോ, ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യമായ രക്തമില്ലെങ്കിലോ അവിടെ. അപ്പോൾ രക്തത്തിലാണ് ജീവൻ എന്ന് പറയുന്നത്. ആ രക്തത്തോടു കൂടി നിങ്ങൾ കഴിക്കരുത്, നിലത്തൊഴിച്ച് കളയണം. മൃഗങ്ങളെയൊക്കെ കൊല്ലുമ്പോഴൊക്കെ പ്രമാണം അതാണ്. ഈ മാംസമൊക്കെ ഭക്ഷിക്കുമ്പോൾ അതിനെ അറുത്തിട്ട് അതിൻ്റെ രക്തം ഒഴിച്ച് കളയാണ്, ഭക്ഷിക്കരുതെന്നാണ് പറയുന്നത്. ഈ 14-ാമത്തെ വാക്യത്തിൽ പറയുക, സകല ജഡത്തിൻ്റെ ജീവൻ എന്നതിൻ്റെ ജീവാധാരമായ രക്തം തന്നെ. അപ്പോൾ ആ ക്രൂശിലേക്ക് നമ്മൾ നോക്കുമ്പോൾ യേശു ജീവൻ തന്നാണ്, രക്തം തന്നാണ്. രക്തം എന്ന് പറഞ്ഞാൽ ജീവൻ തന്നെന്ന് പറയുമ്പോൾ രക്തം തന്ന് നമ്മൾ വീണ്ടെടുത്തു. അതാണ് ക്രൂശിലേക്ക് വരുമ്പോൾ അവിടെ യേശു പറയുന്നതാണ്, അപ്പം എടുത്ത് വാഴ്ത്തി ഇതെൻ്റെ ശരീരമെന്ന് പറഞ്ഞു.
രക്തം ഇത് വീഞ്ഞെടുത്ത് വാഴ്ത്തിയതിൻ്റെ രക്തമെന്ന് പറഞ്ഞു. എന്നിട്ട് കർത്താവ് ഈ ഒരു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, എൻ്റെ മാംസം തിന്നാതെയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യാത്തവന് ജീവനില്ല. എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയമാണെന്ന് പറയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ തിരിച്ചരക്തങ്ങൾ ജീവനായിട്ടാണ് അവിടെ കാണുന്നത്. രക്തത്തിലുള്ള ജീവൻ നമുക്ക് കിട്ടുന്ന എന്താണ്? സ്പിരിച്വൽ ലൈഫ്, ആത്മീകമായ ജീവൻ, ആത്മീകമായ ജീവൻ കർത്താവ് യേശു ക്രിസ്തുവിന്. അത് സിംബോളിക്കാണ്. ഇപ്പം മറ്റുള്ളവർ പറയുന്ന പോലെ അത് ഫിസിക്കൽ, അത് അങ്ങനത്തെ ഇതല്ല. നമ്മളത് സിംബോളിക്കായിട്ട് വിശ്വാസത്തോടെ വിശ്വസിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അനുഭവമായിട്ട് മാറുകയാണ്. ഇതിന് 18-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയും വരുത്. അവരുടെ മര്യാദ ആചരിക്കരുത്. പിന്നെ ദൈവം കുറേ ചട്ടങ്ങളും ന്യായങ്ങളും ഒക്കെ കൊടുക്കുകയാണ്. 5-ാമത്തെ വാക്യം, അവയെ ചെയ്യുന്ന മനുഷ്യൻ അവൽ ജീവിക്കും. അത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാണ് അവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരുടെ നടപ്പ് പോലെ നടക്കരുതെന്ന്. മറ്റുള്ളവരുടെ എന്ന് പറഞ്ഞാൽ തെറ്റായ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും അനുകരിക്കരുത്. സമൂഹം എല്ലാവരും ചെയ്യുന്നത് നല്ലതാണെന്ന് നമ്മൾ ചിന്തിക്കും, പക്ഷെ അതങ്ങനെയല്ല. ബഹുജനത്തെ അനുസരിച്ച് ദോഷം ചെയ്യരുത്. ചിലപ്പോൾ തിന്മയായിരിക്കാം, എല്ലാവരും അംഗീകരിക്കൊണ്ട് ആ തിന്മ അംഗീകരിക്കപ്പെടും. അപ്പം നമ്മളൊരിക്കലും ആ തിന്മ അംഗീകരിക്കരുത്. നന്മയ്ക്ക് തിന്മയെന്ന് പറയരുത്, തിന്മയ്ക്ക് നന്മയെന്ന് പറയുകയും പേർ പറയുകയും വരുതെന്ന് പറയുന്നത്. ഇനി അങ്ങനെ അവിടെ നടക്കുന്ന നടപ്പ് എന്താണെന്നുള്ളതും അത് ചെയ്യരുതെന്നാണ് 6 മുതൽ വാക്യങ്ങൾ പറയുന്നത്. മോറൽ ലൈഫാണ്, സെക്ഷുവാലിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവിടെ അതെങ്ങനെയായിരിക്കണം, നിങ്ങളത് കീപ്പ് ചെയ്യണം, നിങ്ങളെ തന്നെ പ്യുവറായിട്ട് കീപ്പ് ചെയ്യണം. അന്യായ ബന്ധങ്ങളിലേക്ക് നിങ്ങൾ പോകരുത്. അത് ഇൻസെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നാൽ ബന്ധുക്കൾ, അങ്ങനെയുള്ള റിലേറ്റീവ്സ്, അങ്ങനെയുള്ള ഇതിലേക്കൊന്നും പോകരുതെന്നാണ് അവിടെ പറയുന്നത്. ഒരു നിങ്ങളെ തന്നെ ഇംപ്യൂർ ആക്കരുതെന്നാണ് അവിടെ പറയുന്നത്. പിന്നെ ഇന്നത്തെ ഏറ്റവും വലിയ ഇതായിട്ട് അവിടെ പറയുന്നത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 18-ാമത്തെ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, സ്ത്രീയോടെന്ന പോലെ പുരുഷനോടുകൂടെ ശയിക്കരുത്, മ്ലേച്ഛത. യാതൊരു മൃഗത്തോടും കൂടെ ശയിച്ചതിനാൽ തന്നെ അത് അശുദ്ധമാക്കരുത്. പക്ഷെ ഇതൊക്കെ ഇന്ന് സ്റ്റാറ്റസ് വലിയൊരു സിമ്പിളായിട്ട് അതൊക്കെ അനുവദനീയമായിട്ടിങ്ങനെ. പക്ഷേ ദൈവിക പ്രമാണം ഒരിക്കലും മനുഷ്യന് മാറ്റാൻ പറ്റത്തില്ലല്ലോ. കമ്മിറ്റി കൂടിയോ ഇത് കൂടിയോ ദൈവം എഴുതിപ്പിച്ചിരിക്കുന്ന പ്രമാണങ്ങൾ മാറ്റാൻ പറ്റുമോ? ഇല്ലെന്ന് അവനെ പറ. അപ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അറപ്പായിട്ടുള്ളൂ, നമുക്കത് അറപ്പായിട്ട് തന്നെ കാണണം. അതൊക്കെ മ്ലേച്ഛത എന്നാണ് പറയുന്നത്. നികൃഷ്ടമെന്നും മ്ലേച്ഛതയെന്നും അത് പറയുന്നത് 22-24 വാക്യങ്ങളിൽ. പിന്നെ 21-ാമത്തെ വാക്യത്തിൽ പറയും, നിന്റെ സന്തതിയിൽ ഒന്നിനെയും മോലേക്കിന് അർപ്പിച്ച് നിന്റെ ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കരുത്. പഴയ നിയമ പ്രമാണങ്ങളിലൊക്കെ ഈ മനുഷ്യനെ ബലി കൊടുക്കുമായിരുന്നു. എന്നാൽ ദൈവം ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല. അബ്രഹാം മകനെ യാഗം അർപ്പിക്കാൻ പറഞ്ഞപ്പോൾ ചിലരൊക്കെ പറയും ദൈവം നരബലിയാകരുത്. ഇല്ല, അത് നിർത്തലാക്കുകയോ ചെയ്തത്. മറിച്ച് അബ്രഹാമിന്റെ സമർപ്പണത്തെ, കാരണം അന്നത്തെ ജനസമൂഹത്തിലുണ്ടായത് മറ്റുള്ള വിജാതീയർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ഒക്കെ അഗ്നിപ്രവേശം ചെയ്യിക്കുക, യാഗാർപ്പണം ചെയ്യുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരങ്ങനെ ചെയ്യുമ്പോൾ ജീവനുള്ള ദൈവത്തിന് വേണ്ടി നീ അത് ചെയ്യാൻ വില്ലിങ് ആണോ എന്ന് അബ്രഹാമിനെ പരീക്ഷിച്ചതാണ്. അപ്പോൾ അബ്രഹാം അത് സമർപ്പിക്കുകയാണ്. പക്ഷേ ദൈവം തടുക്കുക, ആ സമയം വന്നപ്പോൾ ദൈവം തടുക്കുകയാണ്. ദൈവം ഒരിക്കലും അംഗീകരിക്കുന്നില്ല അത്. അതായത് തെറ്റായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അവർ ബൈബിളിൻ്റെ ഒരു ഭാഗമൊക്കെ വായിച്ചിട്ട് അങ്ങനെ വ്യാഖ്യാനിക്കും. അത് അവരുടെ അജ്ഞതയിൽ നിന്നുണ്ടാകുന്നതാണ്. ഇവിടെ പിന്നെ പറയുകയാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത്, ദേശം അശുദ്ധമായി പോകരുത്. 18-ന്റെ 24-25 തങ്ങൾ ദേശവും അശുദ്ധമായി തീർന്നിരിക്കുന്നു. അപ്പോൾ ആ ദേശം ദുഃഖിക്കുമെന്നാണ് പറയുന്നത്. മനുഷ്യന് തിന്മകൾ കൂടുമ്പോൾ ദേശം ദുഃഖിക്കും, അതിന് സഹിക്കാൻ പറ്റും. ഭൂമിയിലേക്ക് അങ്ങനെ ഓരോന്നും സംഭവിക്കുമെന്ന് നോക്കുക. ഇപ്പോൾ സ്വതം ഗോമറ തീയിറങ്ങി, അതുപോലെ തന്നെ ആദ്യം ജലപ്രളയം ഉണ്ടായി, ഓരോന്നും വരുമ്പോൾ ചിന്തിക്കണം, ദേശത്തിൻ്റെ മലിനത കൊണ്ടും അങ്ങനെ സംഭവിക്കാം. ദേശത്തിന് അതിന് വഹിക്കാൻ പറ്റുന്നില്ല. അത് ദേശം ഛർദ്ദിച്ചു കളഞ്ഞതുപോലെ നിങ്ങളതിനെ അശുദ്ധമാക്കിയിട്ട് നിങ്ങളെയും ഛർദ്ദിച്ചു കളയാതിരിക്കാൻ നോക്കുമെന്ന് 27-ാമത്തെ വാക്യത്തിലേക്ക് പറയുക. 29 ഈ സകല മ്ലേച്ഛതകൾ ഏതെങ്കിലും ചെയ്താൽ അങ്ങനെ ചെയ്യാൻ ആകിയാൽ നിങ്ങൾക്ക് മുമ്പേ നടന്ന ഈ മ്ലേച്ഛ മര്യാദകളിൽ യാതൊന്നും ചെയ്യാതെ. മ്ലേച്ഛ മര്യാദ എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ കാണും, നാട്ടു നടപ്പ് എന്നൊക്കെ പറയും ചിലരൊക്കെ. പക്ഷെ അത് നല്ല, അതിൻ്റെ അന്തസ്സ് നോക്കണം. അത് തിന്മയാണോ, അത് ഈവിളാണോ നോക്കിയിട്ട് നമ്മൾ വിട്ടുമാറണോ? അത്ര വലിയവർ കാണിച്ചു തന്നാലും അതിന് നമ്മൾ അനുകരിക്കരുത്. മ്ലേച്ഛ മര്യാദകളിൽ, മര്യാദ എന്നൊരു വാക്കുണ്ട്, പക്ഷെ മ്ലേച്ഛതയാണത്. അങ്ങനെയുള്ളതൊന്നും നമ്മൾ ചെയ്യാതിരിക്കാനും പ്രമാണിക്കാതിരിക്കാനും നോക്കണം. ദൈവ സ്നേഹത്തിൽ നമ്മളെ തന്നെ ആക്കുവാൻ സാധിക്കണം. നമ്മളോട് ചിന്തിച്ചതാണ്, എന്ത് ചെയ്താലും നമ്മൾ അവിടെ ഏത് യാഗം അർപ്പിച്ചാൽ സമാഗമന കൂടാരത്തിൽ കൊണ്ടുവരണം എന്ന് പറയുന്ന പോലെ നമ്മൾ എന്ത് ചെയ്താലും കർത്താവാശത്തിന് ക്രൂശിലെ യാഗം അത് നമ്മൾ ഒരിക്കലും വിസ്മരിച്ചു കളയാം. നമ്മൾ ഭക്ഷിക്കുമ്പോഴും ഒക്കെ നമ്മൾ കുരിശ് വരയ്ക്കുന്നതൊക്കെ അതിൻ്റെ ഒരു അർത്ഥമാണ്. ആ കുരിശ് വരെന്ന് പറയുന്ന ആ ഒരു കർമ്മമല്ല,
അതാണ് ഇഷ്ടമല്ല, അതിൻ്റെ മെമ്മറി അത് ഓർക്കുകയാണ് നമ്മളത്. ഇപ്പോൾ നമ്മൾ ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ സൈൻ ബോർഡ്സ് കാണത്തില്ലേ, ആരോസ് കാണും, ലൈറ്റ്സ് കാണും, ചില ഇതൊക്കെ കാണും. അപ്പോൾ നമ്മൾ മുന്നോട്ടേക്കാണ് ഇത് ഇങ്ങോട്ട് പോകണം, അങ്ങോട്ട് സംസാരിക്കാതെ എന്ന് പറഞ്ഞ പോലെ ഈ കുരിശ് നമ്മളോട് സംസാരിക്കണം. ക്രൂശിലെ യാഗം എൻ്റെ യേശു എനിക്ക് വേണ്ടി സഹിച്ച കഷ്ടം, അവൻ്റെ യാഗമുഖാന്തരമാണ് എനിക്ക് വീണ്ടെടുപ്പ് കിട്ടിയത്. യേശുവിൻ്റെ ക്രൂശിലെ യാഗത്താലാണ് എനിക്ക് രക്ഷ കിട്ടിയത്. അവൻ്റെ രക്തമാണ് എന്നെ വീണ്ടെടുത്തത്. ആ രക്തത്തിലാണ് ജീവൻ, സമർത്ഥമായ ജീവൻ. യേശു പറഞ്ഞ ജീവനുണ്ടാകുവാനും സമർത്ഥമായ ജീവനുണ്ടാകുവാനും മാത്രമേ ഞാൻ വന്നിരിക്കുന്നു. ക്രൂശിനെ വിട്ട് നമ്മളെ തന്നെ അർപ്പിക്കാം, ദൈവങ്ങൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളെ സ്നേഹിച്ച് സ്വന്തം പുത്രനെ ഞങ്ങളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമേകുവാൻ തക്കവണ്ണം ക്രൂശിലയാഗമാക്കുവാൻ ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ ആ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇന്ന് പകർന്നു തരുന്ന പരിശുദ്ധാത്മാവാൻ ദൈവമേ, നന്ദിയോടെ ഞങ്ങളെങ്കിൽ വാഴ്ത്തുന്നു. തുടർന്ന് ഞങ്ങൾക്കെപ്പോഴും അവിടുന്ന് ഞങ്ങൾക്ക് ചെയ്ത വലിയ രക്ഷാകര പ്രവൃത്തി അതെപ്പോഴും ഞങ്ങളുടെ ചിന്തയിലും മനസ്സിലും ഒക്കെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ അത് നിറയണമേ, ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവമാകണമേ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ പത്രോസ് പറഞ്ഞ പോലെ കർത്താവ് ദയാലുവെന്ന് ആസ്വദിച്ചിട്ടുണ്ടല്ലോ എന്ന് കർത്താവേ, അവിടുത്തെ ദയയും കരുണയെല്ലാം ആസ്വദിപ്പാൻ ഞങ്ങൾക്ക് തരണമേ. അവിടുത്തെ ദീർഘക്ഷമ രക്ഷയെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വരുന്നു. എന്ത് ചെയ്താലും ഏത് ചെയ്താലും എല്ലാം ദൈവനാമ മഹത്വത്തിനാണ്, സ്വന്തം മഹത്വത്തിനോ സ്വന്തം വീഴ്ചയ്ക്കോ സ്വന്തം പ്രശംസയ്ക്കോ ഒന്നും ചെയ്യാതെ എല്ലാം ദൈവനാമം മഹത്വപ്പെടാൻ ഞങ്ങളുടെ ജീവിതം അർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ദേഹവും ദേഹത്തെ സമ്പൂർണ്ണമായി അർപ്പിക്കുന്നു. ഞങ്ങളിൽ കൂടെ നിന്റെ നാമം മഹത്വപ്പെടണമേ. ഞങ്ങളുടെ പ്രവർത്തികളെല്ലാം അവിടുത്തെ നന്മയാൽ അനുഗ്രഹിക്കണമേ. അവിടുന്ന് തന്നെ എല്ലാത്തിൻ്റെയും പിന്നിൽ അവിടുത്തെ കരം തന്നെ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള നല്ല കൃപകൾക്കായ സ്തുതി. തുടർന്ന് ഞങ്ങൾ നടത്തുവാൻ അവിടുന്ന് ശക്തനായിരിക്കുക. സ്തോത്രം. എല്ലാ നന്മകളാ നിറയ്ക്കണമേ. മഹത്വം അവിടുന്ന് മാത്രം എടുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ജീവിക്കാനായിട്ട് തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, നിന്റെ സ്നേഹം മാത്രമേ എന്റെ മാനസം തേടാവൂ. യേശുവേ, നിന്റെ രൂപം മാത്രമേ എന്റെ കണ്ണുകൾ കാണാവൂ. ഏറെ ദൂരെയരഞ്ഞു ഞാൻ നിന്റെ സന്നിധി വിട്ടകന്നപ്പോ, പേരു ചൊല്ലി വിളിച്ചു നീ എന്നെ ഓടി വന്നു പുണർന്നല്ലോ. ശത്രുവിന്റെ വലയിൽ വീണു ഞാൻ മൃത്യുവിങ്കൽ വലഞ്ഞപ്പോ, ക്രൂശിൽ തൂങ്ങി മരിച്ചു നീ നിന്റെ ജീവൻ നൽകി എനിക്കായി.